എന്താണ് ഈ വേൾഡ് റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട്? അത് മൃദംഗനാദം എന്ന് പറഞ്ഞൊരു ഇവന്റ് ആണ്. അത് മൃദംഗ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് മാഗസീനാണ്. അപ്പോൾ അവരുടെ ഒരു ലോഞ്ച് പോലത്തെ ഒരു ഇവന്റ് ആണ്. അതിന് 12,000 നർത്തകരെ നമ്മൾ അണിനിരക്കാണ്. ഒരുമിച്ച് ഒരേ വേദിയിൽ അവർ ഒരു ഗാനത്തിന് സെയിം കോറിയോഗ്രാഫിയിൽ നമ്മളെല്ലാവരും ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം അവർക്കൊരു ഇതൊക്കെ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നു എന്നുള്ളത് എത്തിക്കാനായിട്ടൊരു അംബാസിഡർ പോലെ വേണമായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പാട്ട് കൈതപ്രം തിരുമേനി എഴുതുന്നുണ്ട്. ദീപാങ്കുരൻ സാറാണ് മ്യൂസിക്, അനൂപ് ജി, നമ്മുടെ അനൂപ് ശങ്കർ പാടുന്നത്. അപ്പൊ പിന്നീട് ചോദിച്ചു വന്നാൽ അത് കോറിയോഗ്രാഫിയും കൂടെ ചെയ്ത് അതിൽ പങ്കെടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനത്തെ തൂലികയെന്നൊക്കെ വരുന്ന പാട്ടിന് കോറിയോഗ്രാഫി ചെയ്യാന്ന് പറഞ്ഞ കൈതപ്രം തിരുമേനിയുടെ ഒക്കെ അതൊരു ഭാഗ്യമാണല്ലോ, ഉറപ്പായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അങ്ങനെ അത് ഞാൻ കോറിയോഗ്രാഫി ചെയ്യുന്നു. പിന്നെ നമ്മളത് രജിസ്റ്റർ ചെയ്ത് എല്ലാവരിലേക്കും ആ വീഡിയോ. പക്ഷെ നമ്മളിത് ഗുരുക്കന്മാർ വഴി തന്നെയാണ്. ഇപ്പൊ ഇവർക്ക് വീഡിയോ കിട്ടുന്നുണ്ടെങ്കിലും അവരൊരു ഗുരുവിന്റെ കീഴിലാണ് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ്, സ്വയം നമുക്ക് വരാൻ പറ്റില്ല. ഇല്ല, ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ പറ്റില്ല. നമ്മൾ ആ വെബ്സൈറ്റിൽ പോയ ഒരു 300-400ഓളം നൃത്ത ഗുരുക്കന്മാരെ അതിലുണ്ട്. അപ്പൊ അവരുടെ കീഴിലാണ് ഓരോ കുട്ടി. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു ഗുരു ശിഷ്യൻ ബന്ധത്തിലാണ് ഈ ഒരു ഐറ്റം അവര് പഠിച്ചെടുക്കുക. ഇപ്പൊ നോർമൽ ഒരുപാട് കൊറിയോഗ്രാഫി ദിവ്യക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടി ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു റെക്കോർഡിന് വേണ്ടി നമ്മൾ ഒരുപാട് നാളത്തെ അധ്വാനം അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഇത് ദിവ്യയിലേക്ക് വരുമ്പോ എന്തായിരുന്നു തോന്നിയത്? എനിക്ക് അതൊന്ന് എന്താ പറയാ മനസ്സിരുത്തി അത് മനസ്സിലാക്കാൻ തന്നെ കുറച്ച്. ഞാൻ പറഞ്ഞു 12,000 ഡാൻസേഴ്സ്, അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരെങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ ഓരോ പടിപടിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴാണ് എനിക്കും ആ ഒരു ആശയം മനസ്സിലാവുകയും പിന്നെ അതിന്റെ റൂൾസ്, അത് കുറെ റൂൾസ് ഉണ്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേഷവിധാനം, അത് കല്യാൺ സിൽക്സ് ആണ്. അവരതിന് വേണ്ടിയിട്ടൊരു സാരി നെയ്തിട്ടുണ്ട്, ഈ മൃദംഗനാദത്തിന്റെ ഒരു ലോഗോ ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതാണ് എല്ലാ ഡാൻസേഴ്സും അണിയുന്നത്. അങ്ങനെ ഒരുപാട് എന്താ പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ആയിരുന്നു. ഇനിയിപ്പോ ഒരു മാസമുണ്ട്. അങ്ങനെ മൃദംഗനാദം 2024 ഫൈനൽ മൊമെന്റ്സിൽ എത്തിക്കാണ് നമ്മളിപ്പോൾ. നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഗ്രൗണ്ടിൽ ഡാൻസേഴ്സ് ഇങ്ങനെ അവരെ പൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈവിടർത്തി നാട്യാരംഭം സ്ഥാനം നിർത്തിയിട്ടുള്ള അത്രയും ആ ഒരു മൂവ്മെൻറ്റ് സ്പേസ് കൊടുത്തുകൊണ്ട് ഓരോരുത്തരെയും നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു തവണ ഒരു റിഹേഴ്സലായിട്ട് ജസ്റ്റ് ഒരു 1 or 2 minutes ചെയ്ത് നോക്കിയതിന് ശേഷം ഫൈനൽ അറ്റംപ്റ്റിലേക്ക് നമ്മൾ പോകും. ഫൈനൽ അറ്റംപ്റ്റ് 8.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു മ്യൂസിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മ്യൂസിക് രചന കൈതപ്രം സാറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ദീപാങ്കുരനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ അനൂപ് ശങ്കർ, അദ്ദേഹമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. നമ്മുടെ കോസ്റ്റ്യൂം പാർട്ട്നേഴ്സ് കല്യാൺ സിൽക്സ് ആണ്. അവരിതിനു വേണ്ടി തന്നെ പ്രത്യേകമായിട്ട് നെയ്ത കോസ്റ്റ്യൂം ലോഞ്ചൊക്കെ എല്ലാവരും കണ്ടു കാണും. ഇതിനു വേണ്ടി പ്രത്യേകം നെയ്ത ആ ഒരു കോസ്റ്റ്യൂമിലാണ് ഞാൻ നിൽക്കുന്നത്. മൃദംഗനാദത്തിൻ്റെ ലോഗോ ഒക്കെ ഉള്ള ഇതിനു വേണ്ടി തന്നെ നെയ്ത, എക്സ്ക്ലൂസീവ്ലി ഇതിൻ്റെ പാർട്ടിസിപ്പൻസിൻ്റെ കയ്യിൽ മാത്രം ഉണ്ടാകാൻ പോകുന്ന ഒരു കോസ്റ്റ്യൂമിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ അണിനിരന്നിരിക്കുന്നത്. കൈലാസത്തിൽ നടക്കുന്ന ശിവൻ്റെ താണ്ഡവത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നീല എന്നുള്ള കളറിലേക്ക് ആകാശവും ഭൂമിയുമെല്ലാം ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് ഡാർക്ക് ആ ഒരു ബ്ലൂ ടോൺ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇതൊക്കെയാണ് വിശേഷം. ഇനി എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ല വെതറിന് വേണ്ടിയിട്ടും എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ഇതിലെ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയത് കോൺട്രിബ്യൂഷൻ അല്ല, എനിക്ക് കിട്ടിയേക്കണ ഭാഗ്യം ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. കൂടാതെ മറ്റൊരു ഭാഗ്യം ഇതിൻ്റെ കോറിയോഗ്രാഫി, ഈ നർത്തകരെല്ലാം ചെയ്യുന്ന ആ ഒരു കോറിയോഗ്രാഫി എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്.
അതിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 7 വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും എന്നുള്ളതാണ് ഒരു റൂൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ നൃത്തം അഭ്യസിക്കുന്ന നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഏകദേശം ഒരു 550ഓളം നൃത്ത ഗുരുക്കന്മാർ വഴിയാണ് ഇത് നർത്തകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോറിയോഗ്രാഫി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഈ 550 നൃത്ത ഗുരുക്കന്മാരാണ്. രജിസ്ട്രേഷൻ പോലും ഈ ഗുരുക്കന്മാരുടെ കീഴിലൂടെ മാത്രമേ നമ്മൾ സാധ്യമാക്കിയിരുന്നുള്ളൂ. ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻസ് എടുത്തിരുന്നില്ല. മൃദംഗനാഥം സൈറ്റിൽ ഓരോ അസൈൻഡ് ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവർ വഴിയാണ് രജിസ്ട്രേഷൻ നടന്നതും അവരുടെ കീഴിലാണ് ഇതെല്ലാം അവർ അഭ്യസിച്ചതും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ സോ കോറിയോഗ്രാഫി വൈസ് പറയുകയാണെങ്കിൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് അടവുകൾ, അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ആ ഒരു ലിസ്റ്റ് ഓഫ് അടവുകൾ തന്നിരുന്നു. ഏത് രീതിയിലാണ് ഇത്, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 7 വയസ്സ് മുതൽ എനി ഏജ് ഗ്രൂപ്പിന് ചെയ്യാൻ സാധ്യമാകുന്ന സ്ഥലപരിമിതിയിലുള്ള അങ്ങനെ അതെല്ലാം പല കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തതാണ്. Pagani